വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. കെ സുരേന്ദ്രന്റെ കാര്യം കൂടുതൽ പരുങ്ങലിലാവുന്നു എന്ന് ആവർത്തിച്ച് പറയേണ്ടി വരുന്നു. കാരണം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ സുരേന്ദ്രനെതിരെ വലിയ ശബ്ദമുയരുകയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് കെ സുരേന്ദ്രൻ 100 കോടിയോളം രൂപ അട്ടിമറിച്ചു എന്ന് പറഞ്ഞ് രംഗത്ത് വന്നത് ബി.ജെ.പിയുടെ തന്നെ നേതാവായ സി ജയകൃഷ്ണനാണ്. കൂടാതെ സി കെ ജാനുവിന് പണം കൈമാറാമെന്ന് പറയുന്ന ഓഡിയോ ക്ലിപ്പും ഇന്ന് പുറത്തിറങ്ങി. അമിത്ഷായുടെ വിശ്വസ്തൻ കേരളത്തിലെ ബി.ജെ.പി നേതാക്കൾ കേന്ദ്ര നേതൃത്വം നൽകിയ പണത്തിൽ നിന്ന് 8% കമ്മീഷൻ പറ്റി എന്ന് വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ടും ഇന്ന് അമിത്ഷായ്ക്ക് മുന്നിൽ സമർപ്പിച്ചു. അതായത് സുരേന്ദ്രന് ഇപ്പോൾ തിരിച്ചടി കിട്ടുന്നത് പുറത്തുനിന്ന് എവിടുന്നുമല്ല, സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെയാണ്. ഫോൺ സംഭാഷണം പുറത്തുവിട്ടത് സ്വന്തം ഘടകകക്ഷി നേതാവാണ്. അമിത്ഷായ്ക്ക് റിപ്പോർട്ട് നൽകിയത് സ്വന്തം പാർട്ടിക്കാരൻ. 100 കോടി മുക്കിയെന്ന് പറയുന്നതും സ്വന്തം പാർട്ടിക്കാരൻ തന്നെയാണ്. ഇത്തരത്തിൽ തിരിച്ചടികളുടെ വലിയ കൂമ്പാരമാണ് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ മുന്നിൽ. ആ തിരിച്ചടിക്ക് കൂടുതൽ ശക്തി പകരുകയാണ് നടൻ സുരേഷ് ഗോപി. ഇന്ന് കേരളത്തിലെ ബി.ജെ.പി നിരയിലെ ഏറ്റവും വലിയ സെലിബ്രിറ്റി സ്റ്റാർഡമുള്ള നേതാവാണ് സുരേഷ് ഗോപി. ആ സുരേഷ് ഗോപി പോലും ഇപ്പോൾ സുരേന്ദ്രനെ കൈവിട്ടിരിക്കുകയാണ്. കൊടകര കുഴൽപ്പണ കേസിലടക്കം കടുത്ത അമർഷമാണ് സുരേഷ് ഗോപി അറിയിച്ചിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കുഴൽപ്പണം ഇടപാട് നടക്കുന്നത് തൃശൂരിലാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ജനവിധി തേടിയത് തൃശൂർ നിയോജക മണ്ഡലത്തിൽ നിന്നാണ്. തന്റെ മണ്ഡലത്തിൽ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട പണമായിരുന്നു ഒരുപക്ഷെ ഇത്തരത്തിൽ അട്ടിമറിക്ക് വിധേയമായത്. അതിനാൽ തന്നെയായിരിക്കാം കൊടകര കുഴൽപ്പണ കേസിലടക്കം കടുത്ത അമർഷം സുരേഷ് ഗോപി രേഖപ്പെടുത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിലെ ചെലവുകൾക്കായി കൊണ്ടുവന്ന പണമാണ് തട്ടിയെടുക്കൽ നാടകത്തിലൂടെ നഷ്ടമായതെന്ന് നേരത്തെ അന്വേഷണ സംഘവും വ്യക്തമാക്കിയിരുന്നു. അതായത് ഈ കുഴൽപ്പണം ഇടപാടിലൂടെ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചത് സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനാണ്. ബി.ജെ.പി നേതാക്കളുടെ അറിവോടെയാണ് കുഴൽപ്പണ കവർച്ച ആസൂത്രണം ചെയ്തെന്ന റിപ്പോർട്ടുകളുമുണ്ട്. തന്റെ മണ്ഡലത്തിലെ ചെലവുകൾക്കായി കൊണ്ടുവന്ന പണം നഷ്ടമായതിലും അതിന് നേതാക്കൾ കൂട്ടുനിന്നതിലും സുരേഷ് ഗോപി കടുത്ത അമർഷമുണ്ട് എന്നാണ് സുപ്രഭാതം ഓൺലൈൻ റിപ്പോർട്ട് ചെയ്യുന്നത്. നേരത്തെ കേന്ദ്ര നേതൃത്വത്തിന്റെ പണം സുരേന്ദ്രൻ തട്ടിയതായി ബി.ജെ.പി നേതാവായ സി ജയകൃഷ്ണൻ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. ഒരു എ ക്ലാസ് മണ്ഡലത്തിന് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നത് 3 കോടി മുതൽ 5 കോടി രൂപ വരെയാണ്. ഈ കാറ്റഗറിയിലുള്ള 40ഓളം മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട്. പിന്നീടുള്ള 59 മണ്ഡലങ്ങൾ ബി കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതാണ്. 2 കോടി മുതൽ 4 കോടി വരെയാണ് ഈ മണ്ഡലങ്ങൾക്ക് വേണ്ടി നീക്കിവെച്ചിരിക്കുന്നത്. സി കാറ്റഗറിയിൽ വരുന്ന 41 സീറ്റിൽ 1 മുതൽ 2 കോടി രൂപയുമാണ് നീക്കിവെച്ചിരിക്കുന്നത്. ഘടകകക്ഷികളുടെ സീറ്റുകളും ഇതിൽ ഉൾപ്പെടും. സുരേന്ദ്രൻ മുതിർന്ന നേതാക്കളെ പലരെയും തഴഞ്ഞുകൊണ്ട് തന്റെ ഇഷ്ടക്കാർക്കും മറ്റും സീറ്റുകൾ വാരിക്കോരി കൊടുത്തതോടെ എനിക്ക് കാര്യം വ്യക്തമായി എന്നാണ് ജയകൃഷ്ണൻ കുറിക്കുന്നത്. 50-50 വീതിച്ചെടുക്കുക. ഒരു എ ക്ലാസ് മണ്ഡലത്തിൽ അനുവദിച്ച 4 കോടിയിൽ നിന്ന് 2 കോടി കിട്ടിയാൽ എന്താ കൈക്കുമോ എന്നാണ് ജയകൃഷ്ണൻ കുറിക്കുന്നത്. ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്താണ് സുരേന്ദ്രനെതിരെ സുരേഷ് ഗോപി അമർഷം പ്രകടിപ്പിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ. കൂടാതെ അമിത്ഷായുടെ വിശ്വസ്തനായ കോഴിക്കോട് സ്വദേശി മിഥുൻ വിജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള 4 അംഗ സംഘം കേരളത്തിലെ ബി.ജെ.പി നേതാക്കൾക്ക് കേന്ദ്രം നൽകിയ ഫണ്ടിൽ നിന്ന് 8% നേതാക്കൾ മുഖ്യെന്ന റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ സാഹചര്യത്തിലെല്ലാം സുരേന്ദ്രനെതിരെയുള്ള എതിർപ്പ് സുരേഷ് ഗോപി പരസ്യമാക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.